ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്ന് നമുക്കൊരു മാക്രമേ പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് മോഡലുള്ളൊരു മാക്രമേ പ്ലാൻ ഹാങ്ങറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടിനകത്തും ബാൽക്കണിയിലൊക്കെ നല്ല ഭംഗിയായി പ്ലാന്റ് ഹാങ് ചെയ്തിടാൻ നമുക്ക് തന്നെ ഒരു പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് മാക്രമേ ത്രെഡ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം. അതാണ് കൂടുതൽ ഭംഗി. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ കനം കുറഞ്ഞിട്ടുള്ള കയറുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതായാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാണ് കേട്ടോ മാക്രമേ ത്രെഡ്. ഇപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെല്ലാം ഓൺലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് ഞാൻ 2.5 മീറ്റർ ലെങ്ത്തിലുള്ള 3 ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു പ്ലാൻ ഹാങ്ങറാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി 3 ത്രെഡും ഒന്നിച്ച് വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഒന്നിങ്ങനെ മടക്കുക. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് കിട്ടാനാണ്. നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കണമല്ലോ, അപ്പോൾ അതിനിവിടെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഫസ്റ്റിൽ ഈ ഒരു കെട്ടിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ റിങ്ങൊക്കെ കിട്ടും, ഇതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് കെട്ടിടുകയാണെങ്കിൽ നമുക്കിത് സീലിങ്ങിലൊക്കെ ഹാങ് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടുകയാണ്. സാധാരണ കെട്ടാണ്, നമ്മൾ സാധാരണ ഒരു കയറിലൊക്കെ എങ്ങനെയാണ് കെട്ടിടുക അതുപോലെ തന്നെ കെട്ടിടുക. കണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഹാങ് ചെയ്യാനുള്ളൊരു ലൂപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഏകദേശം ഒരു 20 ഇഞ്ചൊക്കെ ആയിട്ടാണ് ബാക്കിയുള്ള നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 6 ത്രെഡ് ഉണ്ടല്ലോ, 3 ത്രെഡ് മടക്കിയപ്പോൾ നമുക്ക് 6 കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ പിടിക്കുമ്പോൾ അടുത്തടുത്തായി വരുന്ന 2 തമ്മിൽ പിടിക്കുക, എന്നിട്ട് ഓരോ കെട്ടിട്ട് കൊടുക്കുക. ഒരു കെട്ട് ഇതാ ഇവിടെ ഇടാം, ഒരു കെട്ട് ഇവിടെ, ഒരു കെട്ട് ഇവിടെ, അങ്ങനെ 3 കെട്ടിട്ട് കൊടുക്കാം. ഒരേ ലെവലിൽ 3 കെട്ടിടണം. ഇവിടെ നമ്മൾ സാധാരണ കെട്ട് തന്നെയാണ് ഇടുന്നത്. നമ്മൾ ഈ കെട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3ഉം ഒരേ ലെവലിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു നോട്ട് ഇട്ടതിന് ശേഷം അടുത്തതിടുമ്പോൾ ആ ലെവലിൽ തന്നെയാണോ എന്നൊന്ന് വെച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ 3 കെട്ടും റെഡിയായി. ഇനി ഇവിടുന്ന് കുറച്ച് താഴെയായിട്ട് ഏകദേശം ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത കെട്ടുകൾ ഇടണം. അപ്പോൾ അത് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ കെട്ടിട്ട് വെച്ചതിന് എല്ലാത്തിൽ നിന്നും ഓരോ നൂലുകൾ വീതം എടുത്തിട്ട് അത് തമ്മിലാണ് കെട്ടിടേണ്ടത്. ഇതാ ഇങ്ങനെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു നെറ്റായിട്ട് കിട്ടും. ഓരോ സെറ്റിൽ നിന്നും ഓരോ ത്രെഡ് വീതം എടുത്തിട്ട് അത് തമ്മിൽ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു നെറ്റ് പോലെ കിട്ടും. അപ്പോൾ അത് ചെയ്യാം. അടുത്തടുത്ത് വരുന്ന ഈ 2 ത്രെഡുകൾ കെട്ടിയതിന് ശേഷം ഈ 2 സൈഡിലും വരുന്ന ത്രെഡുകൾ കെട്ടാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോകുന്ന പോട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് നോക്കണം. അതിന് ശേഷം വേണം ഇനിയുള്ള കെട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഈ ഒരു പോട്ടാണ് ഇതിൽ വെക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള 3 നോട്ടും പോട്ടിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് മുകളിലായിട്ട് വരുന്ന വിധത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നീട് ഇട്ട 3 നോട്ടും പോട്ടിൻ്റെ സെൻറ്ററിലായിട്ടും വരുന്നുണ്ട്. ഇനി താഴെ ഈ 3 സെറ്റ് ത്രെഡും കൂട്ടി പിടിച്ചിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇത് അത്രയ്ക്ക് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. 1 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു വട്ടം ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എത്ര ത്രെഡ് എടുക്കണമെന്നും എവിടെയൊക്കെ നോട്ട് വരിക എന്നുള്ളതൊക്കെ ഒരു ഐഡിയ ഒരു വട്ടം ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. ഇനി ഇതിൻ്റെ താഴെ ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ തന്നെ ഇടാം. അതല്ലെങ്കിൽ ഈ ത്രെഡിൻ്റെ പിരിയൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്തിട്ട്
നന്നായിട്ടൊന്ന് കോംബ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെയർ പോലെ ഉണ്ടാകും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ പ്ലാൻ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഇനി പോട്ടിൽ ഏതെങ്കിലും പ്ലാന്റൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്യാം. ഇതിലിങ്ങനെ പോട്ട് തന്നെ വെക്കണമെന്നൊന്നുമില്ല. വേറെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ളതുണ്ടെങ്കിൽ അതൊക്കെ ഹാങ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ മണി പ്ലാന്റ് വളർത്തിയിരുന്ന ഒരു കപ്പും സോസറുമാണ്. അതിങ്ങനെ വെച്ചിട്ട് നല്ല ക്യൂട്ടല്ലേ. ഈ ബേസിക് ആയിട്ടുള്ള പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കാൻ പഠിച്ചാലേ നമുക്ക് ഇനിയും വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത ഓരോ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.